ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് പതിവ് പോലെ 3 സ്റ്റെപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് കഥക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സുകളാണ്, സെമി ക്ലാസിക്കൽ സ്റ്റെപ്സുകളാണ്. നമ്മൾ എപ്പോഴും ഭരതനാട്യം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ് സെമി ക്ലാസിക്കലിൽ ചെയ്യാറ്. പക്ഷെ ഇത് നമ്മൾ കഥക് ബേസ്ഡ് ആയിട്ടുള്ള സെമി ക്ലാസിക്കൽ സ്റ്റെപ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ, വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അധികം എന്താ പറയാ, കഥകിൽ അറിയാലോ നമ്മുടെ കാലിന്റെ മൂവ്മെന്റ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥക്കിലെ കുറച്ച് സ്റ്റെപ്സുകൾ, ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇതാ ഇങ്ങനെ നിൽക്കുക, അതായത് ഒരു വി ഷേപ്പിൽ നിൽക്കുക. എന്നിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വിടർത്തി പിടിക്കാതെ ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് പിടിക്കുക. 2 വിരലുകൾ മാത്രം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെ നെഞ്ചിന് നേരെ പിടിക്കുക. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതെ ജസ്റ്റ് കൈകൾ ലൂസ് ആയിട്ട് വിടുക. ഈ 3 വിരലുകളെ ലൂസ് ആയിട്ട് വിടുക. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നിൽക്കും കൈകൾക്ക്. അതാണ് കഥകിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ കൈകൾ ലൂസ് ആയിട്ട് വിടുക. കൈകളുടെ മൂവ്മെന്റ് ആണല്ലോ പ്രധാനമായിട്ടും ഇതിലിങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൈകൾ ലൂസ് ആക്കി വെക്കാം. അപ്പൊ കൈകൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ തോന്നുമോ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് അല്ലേ തോന്നും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് ആ ഒരു കൈ വരുന്നത്, കൈ പോകുന്നതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണമെങ്കിൽ നമ്മൾ കുറച്ചത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ നമ്മള് കൈകള് ഇവിടുന്ന് ഉയർത്തുമ്പോൾ ജസ്റ്റ് ഫ്ലോയില് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്യരുത്. അതായത് ഇങ്ങനെ ചെയ്ത് ആദ്യം കൈ മുട്ടുകള് നിവർത്തി മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്, കൈപ്പത്തി ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട്. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് മുകളിൽ കൊണ്ടുപോയിട്ട് മാത്രം കൈ നമ്മൾ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. 1 2 3 ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ കാലുകൾ വരുന്നത്, കാലുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഇത് കോർണറിലേക്കാണ് ചെയ്യുന്നത്. നമ്മുടെ കൈ നമ്മൾ ചെയ്യുന്നത് കോർണറിലേക്കാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ കാലും ചെയ്യേണ്ടത്. കാല് നമ്മൾ കോർണറിലേക്ക് എടുത്ത് വെക്കുക, തിരിച്ച് ഇവിടെ വെക്കുക. അപ്പൊ നമ്മൾ കാലുകൾ കോർണറിലേക്ക് വെക്കുമ്പോൾ കാലുകൾ വിരലുകളിൽ കുത്തിയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് 1 2 1 2. അതുപോലെ നമുക്ക് ലെഫ്റ്റും ചെയ്യാം. 1 2 1 2. നമ്മൾ കൈകളിലേക്ക് നോക്കുക, എന്നിട്ട് തിരിച്ച് കൈ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കൈകൾ രണ്ടും ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1 2. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ കൈ അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചെറുതായിട്ട് അങ്ങോട്ടേക്കൊന്ന് നമ്മൾ നോക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ചെറുതായിട്ട് ബെൻഡ് ചെയ്യാൻ പാടില്ല, അല്ലാതെ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല. ചെറിയ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടൊന്ന് നീട്ടി പിടിക്കുന്ന പോലെ തോന്നുക. ചെറിയ, വളരെ ചെറിയ രീതിയിൽ ചെരിഞ്ഞു കൊടുക്കുക. 1 2 3 4 5 6 7 8. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കൈകൾ മുകളിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് കൈകൾ താഴോട്ടേക്ക് വരുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കണം. താഴേക്ക് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിച്ചു, താഴേക്ക് വരുമ്പോഴും നമ്മൾ ആദ്യം ഇവിടെ മടക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെക്കരുത്. നമ്മള് മുട്ടാദ്യം മടക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം നമ്മള് കൈപ്പത്തി താഴ്ത്തുക. അങ്ങോട്ട് പോകുമ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ചെയ്യാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കൈപ്പത്തി അവസാനമാണ് ഓപ്പൺ ചെയ്ത്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൈപ്പത്തി അവസാനം നമ്മള് താഴോട്ട് കൊണ്ടുവരിക. നമ്മുടെ കൈയും കാലും മാത്രമല്ല, നമ്മളെ കണ്ണുകളും മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബോഡിയും ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ സ്റ്റെപ്പാണെന്ന് കരുതി അധികം പ്രാക്ടീസ് കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇവിടെ. അതായത് ഇങ്ങനെ താഴ്ത്തി അങ്ങ് വെക്കരുത്, ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അതായത്
ജസ്റ്റ് നമ്മുടെ ഈ കൈപ്പത്തി ചെറുതായിട്ടൊന്നിങ്ങനെ പൊക്കി വെക്കുക. നമ്മുടെ ഈ എന്താ പറയാ തള്ളവിരല് കുറച്ചിങ്ങനെ അകത്തി വെച്ചാൽ മതി. ഇങ്ങനെ വെക്കണ്ട, കുറച്ച് അകത്തി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് പിടിക്കുക, അല്ലാതെ ഇങ്ങനെ താഴ്ത്തിയിടണ്ട. കാലുകൾ നമ്മൾ അങ്ങനെ തന്നെ വി ഷേപ്പിൽ തന്നെ നിന്നാൽ മതി. പിന്നെ കൈകള് നമ്മുടെ ഇങ്ങനെ പിടിക്കുക, നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മൾ ഇത് സൈഡിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാലിന്റെ മൂവ്മെന്റ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നേരത്തെ കോർണറിൽ ചെയ്തിട്ട് ഇവിടെയാണ് വെച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കിൽ കുത്തിയിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് സൈഡിൽ വെച്ചു, അതായത് വിരലുകളിൽ കുത്തിയിട്ട് വെച്ചു. നേരത്തെ പോലെ തന്നെ വിരലുകളിൽ കുത്തി വെക്കുക, എന്നിട്ട് തിരിച്ച് ബാക്കിൽ എടുത്ത് വെക്കുക, അതും വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. കൈകളുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കൈകളുടെ സ്റ്റെപ്പ് പറഞ്ഞല്ലോ, ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ നേരത്തെ പോയ പോലെ തന്നെ പോവാ. 1 2 3 നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. നമ്മൾ മുകളിലേക്ക് എങ്ങനെയാണോ കൈ കൊണ്ടുപോയത് അതുപോലെ തന്നെയാണ് സൈഡിലോട്ട് കൊണ്ടുപോകേണ്ടത്. ആദ്യം നമ്മൾ ഇവിടുന്ന് എടുത്ത് ആദ്യം ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം മാത്രം കൈപ്പത്തി ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നു ഇങ്ങനെ ചെയ്തു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ, തിരിച്ച് നമ്മൾ മുകളിലേക്കാണ് പോകേണ്ടത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെയല്ലേ നമ്മുടെ കൈയുള്ളത്, അതിനെ ഒന്ന് തിരിക്കുക. ഇവിടുന്ന് നല്ല രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് മറിച്ച് വെക്കുക, എന്നിട്ട് മുകളിലോട്ട് പോവുക. മുകളിൽ എത്തിയതിനു ശേഷം മാത്രം കൈ ഇങ്ങനെ ചെയ്യുക. അല്ലാതെ ഇവിടുന്ന് പോകുമ്പോഴേ കൈ ഇങ്ങനെ വെച്ച് ഇവിടെ എടുത്ത് കൊണ്ടുവയ്ക്കുകയല്ല വേണ്ടത്. കൈ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയതിനു ശേഷം മാത്രം കൈപ്പത്തി ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അത് ചെയ്ത പോലെ തന്നെ കൈപ്പത്തിയുടെ മൂവ്മെന്റ് എപ്പോഴും വരുന്നത് അവസാനമായിരിക്കും. അവസാനമാണ് ആ കൈപ്പത്തിയുടെ മൂവ്മെന്റിന് എന്ത് മൂവ്മെന്റ് ആയാലും, ഇങ്ങനെ പോകുന്ന മൂവ്മെന്റ് ആയാലും ഇങ്ങനെ ചെയ്യുന്ന മൂവ്മെന്റ് ആയാലും അവസാനം മാത്രം കൈപ്പത്തി നമ്മൾ ചെയ്യാം. അപ്പൊ അത്രയ്ക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങൾ ആദ്യം കൈകൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം കൈകളും കാലുകളും ചേർന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഇത്രയും സിമ്പിൾ അല്ല, എന്നാലും സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരെ നിന്ന പോലെ തന്നെ നിൽക്കുക, വി ഷേപ്പിൽ നിൽക്കുക, കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കൈകളുടെ മൂവ്മെന്റ് മാത്രം ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആദ്യം കൈകളുടെ മൂവ്മെന്റ് മാത്രം നോക്കാം, അതിനുശേഷം നമുക്ക് കാലുകളുടെ മൂവ്മെന്റിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തുക, എന്നിട്ട് താഴെ കൊണ്ടുവരിക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുക. നേരത്തെ നമ്മൾ വെച്ചില്ലേ അതുപോലെ വെക്കുക. നമ്മൾ നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ മുകളിലേക്ക് നേരത്തെ ഉയർത്തിയില്ലേ, അതുപോലെ നമ്മൾ നേരത്തെ കോർണറിലേക്കാണ് ഉയർത്തത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സൈഡിലോട്ട് ഉയർത്താം. അപ്പൊ ആദ്യം ഇത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ കൈ മുകളിലേക്ക് കൊണ്ടുപോകും. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്, ഈ മുഖത്തിന്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് അവിടുന്ന് താഴേക്ക് കൊണ്ടുവന്ന് വെക്കുക, റൈറ്റ് ഹാൻഡ് താഴെ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കൈ എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം 2 കൈകളും തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അപ്പൊ റൈറ്റ് കൈയിലേക്ക് നോക്കുക. സ്റ്റെപ്പ് എന്താ പറയാ, സിമ്പിൾ ആണ്, അത്ര ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് ഒന്നല്ല അല്ലെ. പക്ഷെ കാലിന്റെ മൂവ്മെന്റ് കൂടി വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ 3 രീതിയിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാരണം എല്ലാ സ്റ്റെപ്പിലും നമ്മൾ കാലുകൾ യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് 2 തരത്തിൽ കാലുകൾ യൂസ് ചെയ്തിട്ട് കൂടി ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ കാലുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് 1 2 3 4 5 6
ഇങ്ങനെ ചവിട്ടുക. അതായത് രണ്ട് കാലും റൈറ്റും ലെഫ്റ്റും മാറി മാറി ചവിട്ടുക. ആദ്യം റൈറ്റ് ചവിട്ടുക 1, പിന്നെ 2, പിന്നെ 3, പിന്നെ വീണ്ടും 1, 2, 3 വരും. അങ്ങനെ 6 തവണ വരും. പിന്നെ റൈറ്റ് കൈയും ലെഫ്റ്റ് കൈയും ഒരുമിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോ ഏത് സോങ് ആണോ തിരഞ്ഞെടുക്കുന്നത് ആ സോങ്ങിന്റെ രീതിക്കനുസരിച്ച് ചെയ്യാം. അത് ആ ഒരു മ്യൂസിക് ബീറ്റിൽ ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതോ മ്യൂസിക് ബീറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ 2 സ്റ്റെപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് ആണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ ലെഫ്റ്റ് ചെയ്യുക, റൈറ്റ് ആണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ റൈറ്റ് ചെയ്യുക. അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരുമിച്ചും ചെയ്യാം. കാലുകളും കൈകളും കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. അപ്പൊ കൈകൾ ഇങ്ങനെ വെക്കുക. നമ്മള് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ റൈറ്റ് കാല് ചവിട്ടാം 1, പിന്നെ 2. അപ്പോ ലെഫ്റ്റ് കാല് ചവിട്ടാം. ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാല് ചവിട്ടാം. പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോ വീണ്ടും റൈറ്റ് കാല് ചവിട്ടാം. ഇങ്ങനെയാണ് 1, 2, 3 ഇങ്ങനെ വരും. അപ്പൊ ആദ്യത്തേത് 1, 2, 3 ആണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാലിയും തുടങ്ങാം. 1, 2, 3. അപ്പൊ നമ്മൾ ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 1, 2, 3, 4, 5, 6 ഇത് ചവിട്ടുക. ഇനി ഒരു കൈ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ 1, 2, 3 അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാവുന്നൂടി. 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3 ഇങ്ങനെ വരും. ഇനി ഇതേ ഒരു സ്റ്റെപ്പിന് തന്നെ വേറൊരു രീതിയിലും കൂടി കാലിന്റെ മൂവ്മെന്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് റൈറ്റ് കാലെടുത്ത് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു റൈറ്റ് കാല് വിരലുകളിൽ കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചരിഞ്ഞു നിൽക്കുക. എങ്ങനെയാണ് അത് വരുന്നത്? റൈറ്റ് കാലും റൈറ്റ് കൈയും ഒരുമിച്ച് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെക്കുക 1. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് നോക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിയ. അപ്പൊ ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിയ. അപ്പൊ നമ്മൾ റൈറ്റ് കാല് വിരലുകളിൽ കുത്തിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡും ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ 1 ചെയ്തു, പിന്നെ 2 ഇങ്ങനെയാണ്. അപ്പൊ ലെഫ്റ്റ് കാല് വിരലുകളിൽ കുത്തിയിട്ട് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. നമ്മുടെ ബോഡി റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ചെരിഞ്ഞു കൊടുക്കുക. റൈറ്റ് കൈയിലേക്ക് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു മൂവ്മെന്റിൽ നമ്മുടെ ബോഡി കൂടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. അല്ല കൈയും കാലും മാത്രമല്ല, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ 1 ചെയ്തു, പിന്നെ ആ ഒരു രീതിയിൽ പോവുക. ബോഡി കൂടി മൂവ് ചെയ്യിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ചെയ്തു. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കരുത്. ജസ്റ്റ് ആ ഒരു ഇങ്ങനെ നോക്കുക. താഴോട്ടുന്ന് മുകളിലേക്ക് നോക്കുക. 1, 2, 3, 1, 2, 3. അപ്പൊ 1, 2, 3, 1, 2, 3, 1, 2, 3, പിന്നെ വീണ്ടും 1, 2, 3. അപ്പൊ ഇതാണ് ഇന്നത്തെ 3 സ്റ്റെപ്പുകൾ. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് വീണ്ടും 2 രീതിയിൽ കൂടി പഠിച്ചു. അങ്ങനെ ടോട്ടലി നമ്മൾ ഇന്ന് 5 സ്റ്റെപ്പുകൾ പഠിച്ചു. സെമി ക്ലാസിക്കൽ സ്റ്റെപ്സ്, കഥക്കിൽ വരുന്ന ഇതുപോലുള്ള സിമ്പിൾ സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.